പുറത്ത് നല്ല ഇടിയും മഴയാണ്. രാവിലെ എണീറ്റല്ലേ പറ്റുള്ളൂ. പക്ഷെ എണീറ്റ് കഴിഞ്ഞാൽ നല്ല രസമായിട്ട് അടുക്കളയിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ പുറത്ത് മഴ പെയ്യുന്ന സമയത്ത്. ഇന്നെന്തായാലും അഗമനൊന്നും വിളിച്ചിട്ടില്ല. ആൾ നല്ല ഉറക്കമാണ്. കഴിഞ്ഞ ദിവസം അങ്ങനെ വിളിച്ചിട്ട് പിന്നെ പോയി കിടന്നെങ്കിലും ആളുടെ ഉറക്കമൊന്നും ശരിയായിട്ടില്ല. നല്ല ഇടി വെട്ടി മഴ പെയ്യുന്നുണ്ട്. എന്നാലും കിടക്കുമ്പോൾ വലിയ മഴയും കാര്യമൊന്നും ഇല്ല. ഇന്ന് വേറൊരു പ്രത്യേകതയുണ്ട്. വേറെ ഒന്നല്ല, 5 ദിവസം ട്രിപ്പിന് ചേട്ടൻ വരികയാണ്. തായ്ലൻഡ് പോയതായിരുന്ന ആളിവിടെ ഇല്ലായിരുന്നു. ഏട്ടൻ വരാനായിട്ട് 11 മണിയോ ഞാൻ ഓഫീസിൽ പോയിട്ടൊക്കെ വരുള്ളൂ കേട്ടോ. അപ്പോൾ അഗമോനെ നമ്മൾ നോൺ വെജ് പറ്റില്ല എന്ന് കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനിന്ന് ബിരിയാണി റൈസ് കുറച്ചുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് കുക്കറിൽ ചെറിയൊരു രീതിയിൽ ബിരിയാണി വെച്ചെടുക്കാമെന്ന് വിചാരിച്ചു. ഓനങ്ങനെ പ്രത്യേകിച്ച് വേണമെന്നില്ല, റൈസ് കിട്ടിയാൽ മതി. ഭയങ്കര ഇഷ്ടം. പണ്ട് പ്ലേ സ്കൂളിൽ പോകുമ്പോൾ ഞാൻ ഉണ്ടാക്കി കൊടുക്കലുണ്ട്. അന്ന് മൂപ്പര് ഫുള്ള് കഴിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ കഴിക്കണൊക്കെ ഉണ്ട്, വലിയ കുഴപ്പമില്ല. ഇനി എത്ര ദിവസം അങ്ങനെ ഉണ്ടാവും എന്നറിയില്ല. ഇന്ന് കടുകിയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മീൻകറി വെക്കാനുണ്ട്. പിന്നെ രാവിലെ ഇന്നലെ ഇഡ്ഡലിക്ക് ആട്ടിയതിൻ്റെ ബാക്കിയുണ്ട്. അപ്പം നമുക്ക് ദോശ ഉണ്ടാക്കാം. ചേട്ടൻ ചായ കുടിച്ചിട്ടേ വരുള്ളൂ. അപ്പോൾ അതിനുള്ള ചട്നി ഉണ്ടാക്കാണ്ട്. അപ്പോൾ ആദ്യം മീൻകറിക്കുള്ളത് അടുപ്പത്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ തേങ്ങയൊക്കെ ഓൾറെഡി ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അമ്മ ബാക്കി നോക്കിക്കോളൂ. അതിനിടയ്ക്കാണ് എനിക്ക് ഇഷ്ടമില്ലാത്തൊരു പരിപാടിയാണ് ഈ രാവിലെ തന്നെ ഈ വെളുത്തുള്ളി ഉള്ളിയൊക്കെ നന്നാക്കാൻ നിൽക്കൽ. അതിന് മുന്നേയൊക്കെ ഞാൻ അങ്ങനെ ആക്കി ഫ്രിഡ്ജിൽ വെക്കലുണ്ട്. ഇനിയിപ്പോൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, സ്കൂൾ തുറന്നിട്ടല്ലേ ഉള്ളൂ. ഇനിയിപ്പോൾ എന്തായാലും അടുത്ത ആഴ്ചയിൽ അതിനിടയ്ക്ക് പോയിട്ട് കല്ലുമ്മൽ തിരുമ്പാളൊക്കെ തിരുമ്പിയിട്ടുണ്ട്. ഇനി അപ്പോൾ ആറിടാൻ വേണ്ടിയിട്ട് നമ്മൾ മേലെ തന്നെ പയൽ കെട്ടിക്കുക, വേറെ വഴിയൊന്നുമില്ലല്ലോ, നല്ല മഴയല്ലേ പുറത്ത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അഗുമനം മെല്ലെ വിളിക്കുക. അടുക്കളയിലെ പണി കഴിഞ്ഞതിന് ശേഷം അഗുമനം വിളിക്കുള്ളൂ. നീറ്റ് കഴിഞ്ഞിട്ട് അവനെ കുളിപ്പിച്ച് അവനെ നോക്കി ആക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ പിന്നെ രണ്ടും കൂടെ അങ്ങനെ അഗുമൻ്റെ കൂളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള അവൻ്റെ കൂടെ തന്നെ എനിക്കും കഴിക്കണം. 8 മണി ആവാനായിട്ടുണ്ട്. രാവിലെ ഞാൻ തന്നെയാണ് ഭക്ഷണം വാരി കൊടുക്കാറ്. പെട്ടെന്ന് എന്തെങ്കിലും കഴിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ വാരി കൊടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ മൂപ്പര് അത് വെച്ച്. മഴയൊന്നും ഇല്ലായിരുന്നു ഇറങ്ങാൻ നേരത്തെ. പക്ഷേ 1-2 ദിവസമായി ഇപ്പം എന്നോട് പറയുന്നുണ്ട് കുട കൊണ്ടുപോകണം. ഞാൻ കുട കൊടുത്തു വിടാറില്ല. കുട വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിലും ഓട്ടോയിൽ പോയി വരുന്ന ആൾക്ക് കുടേൻ്റെ ആവശ്യമില്ല. പൊതുവെ അങ്ങനെ ബേക്കറി കൊടുത്തു വിടാറില്ല. അധികം ഞാൻ രാവിലെയുള്ള ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് കൊടുത്തു വിടാറ്. അങ്ങനെ വേണമെന്ന് പറയല്ലേ കേട്ടോ. അങ്ങനെ പിന്നെയും ഫ്രൂട്ട്സ് വേണമെന്ന് എപ്പോഴെങ്കിലൊക്കെ പറയലുണ്ട്. അങ്ങനെ അക്കുമ്പോൻ്റെ ഓട്ടോ വന്നിട്ടുണ്ട്. ആൾ കുടയൊക്കെ കൊണ്ട് പോകുന്നുണ്ട്. കൊണ്ടുവരുമോ എന്നുള്ളത് അറിയില്ല. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ചാനൽ ഇഷ്ടമാണ്, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.